നമുക്കൊന്ന് അടയ്ക്കാം. നമുക്കൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കഴിയുമ്പോൾ നാവുകൾ ചലിപ്പിച്ച് കർത്താവിനോട് നന്ദി പറയുമോ? വായുകൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവ സാന്നിധ്യം ഭാരത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഈ രാത്രിയിൽ ഈ ദേശത്തിന്റെ മധ്യേ ദൈവകരം വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ. കളങ്കമേശുവേ കറയില്ലാതെ നിർത്തിയിടുക, കളങ്കമേശുവേ കറയില്ലാതെ പളുങ്കുകടൽ തീരത്തിരുന്നു ഞാനെൻ്റെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാനെൻ്റെ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ.
ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേരിക്ക, ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേരിക്ക, മന്നവ വർണ്ണിപ്പാനേലുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനേലുതല്ല എനിക്ക്. ഒരുമിച്ച് ആമേൻ. തേടി വന്നു ദോഷിയാമെന്നെ തേടി വന്നു ദോഷിയാമെന്നെ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ചേർന്നൊരുമിച്ചൊന്ന് പാടാമോ? ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഉയർത്തുവാൻ കഴിയുമോ യേശുവിനെ? ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടെ ഒരുമിച്ച് ആമേൻ. ആരാധന. സ്തുതിക്കുമോ? ആമേൻ. ആരാധന അപ്പാ, ആരാധന. കഴിയുമോ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിച്ച ആരാധന ആരാധന ആരാധന. Hallelujah, 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 oh, hallelujah, hallelujah, ഹല്ലേലൂയ. സന്തോഷത്തോടെ ശക്തിയോടെ ഒരിക്കൽ കൂടെ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയുമോ? ആമേൻ. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഈ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. എപ്പോഴും ഞാൻ നോക്കാറുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ വഴിയരികിൽ ഈ താഴ്ന്ന ഈ പ്രദേശത്ത് ഒരു ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടി ഇവിടെ നിന്ന് കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ ഒരു നല്ലൊരു അന്തരീക്ഷമാണല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ചെറിയ ചിന്തകളിൽ പോലും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കർത്താവ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദേശത്തിന്റെ മേൽ ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തമിഴ് ഗാനം. ആ പാട്ട് ഇങ്ങനെയാ തുടങ്ങുന്നത്: പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா, മനിതനെ மீட்கவே പരലോകം തുറക്കവേ സിലുവയെ സുമந்தாரையா, കണ്ണീரை തുடைத்தாரையா, സന്തോഷം തந்தாரையா. ഹല്ലേലൂയ. അതാരാ ചെയ്തത്? ശബ്ദം ഉയർത്തി പറഞ്ഞു, ആരാ അങ്ങനെ ചെയ്തത്? മടിയൊന്നും കാണിക്കണ്ട, നല്ല ശക്തിയോടെ പറഞ്ഞു, ആരാ അങ്ങനെ ചെയ്തത്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ, പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ, ശാപം നിറഞ്ഞ ഈ ഭൂമിയിൽ, ശാപത്തെ മാറ്റുവാൻ, പാപത്തെ നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപവും ശാപവും തന്റെ മേൽ വഹിച്ച് കാൽവറിയിൽ അവൻ യാഗമായി തീർന്നു. എന്തിനെന്നാൽ നിത്യമായ രക്ഷയിലേക്ക് നമ്മെ കരം പിടിക്കേണ്ടതിന്, നാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അനേകർക്ക് ആശ്വാസം ലഭിക്കുവാൻ, സന്തോഷം സമൃദ്ധിയായി ലഭിക്കുവാൻ, ജീവൻ ലഭിക്കുവാൻ നമുക്ക് വേണ്ടി ജീവനായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ഗാനം. ഹല്ലേലൂയ. ആമേൻ. അതിങ്ങനെ പറയുന്നു: സന്തോഷം തந்தாரையா. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അനേകർ സന്തോഷത്തിന്റെ പിറകെ ഓടുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു: അതെല്ലാം വ്യർത്ഥമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട്, നൊടി നേരം കൊണ്ട് അതെല്ലാം മാറിപ്പോകും. എന്നാൽ നിത്യമായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിന്റെ ദൃഷ്ടിയെ പതിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രിയിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച നാം ഓരോരുത്തരും ചേർന്ന് പാടുകയാണ്, വിളിച്ചു പറയുകയാണ്: എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കരങ്ങളെ ഒന്ന് തട്ടി ചേർന്ന് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. കരങ്ങളെ ഒന്ന് ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ. പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா, മനിതനെ மீட்கவே പരലോകം തുറക്കவே സിലുവയെ സുമந்தாரையா. പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா, മനിതനെ പരലോകം തിരക്കാവും സിലുവയെ സുമந்தாரையா. കണ്ണീരായി തുடைத்தாரையா, സന്തോഷം തந்தாரையா. കണ്ണീരായി തുடைத்தாரையா, സന്തോഷം തந்தாரையா. ചേർന്ന് പാടാമോ? கேட்கவில்லை, அந்தஸ்து கேட்கவில்லை, உள்ளத்தை கேட்டாரையா.
കന്മലമേൽ നിർത്തിടുവാൻ, കരം പിടിത്ത് നടത്തിടുവാൻ, കന്മലമേൽ നിർത്തിടുവാൻ. എൻ്റെ യേശുവേ, 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 എൻ്റെ യേശുവേ. പാപങ്ങൾ പോക്കാവേ, സാപങ്ങൾ നീക്കാവേ, ഭൂലോകം വந்தாரையா, மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. பணமோ பாபங்கள் போக்கவே, சாபங்கள் நீக்கவே, பூலோகம் வந்தாரையா. மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. கண்ணீராய் துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீராய் துடைத்தாரையா, சந்தோஷம் தந்தாரையா. சேர்ந்து விളിക്കാമോ? എന്തൻ യേശുവേ, 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 എന്തൻ യേശുവേ. Hallelujah. Praise the Lord. தாய் உன்னை മറന്നാലും തந்தை ഉന്നെ മറന്നാലും അവർ ഉന്നെ മറക്ക മാട്ടാർ. വചനം എങ്ങനെ പറയുന്നു? പെറ്റ അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സ്വന്തം ബന്ധങ്ങൾക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, നിനക്ക് വേണ്ടി ജീവൻ നൽകി നിന്നെ വീണ്ടെടുത്ത എൻ്റെ അരികിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്ന യേശുവിനെ കാണുവാൻ ആർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഈ രാത്രി ആ കരങ്ങളൊന്ന് ഉയർത്തി പറയുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ആമേൻ. സന്തോഷമാണോ കർത്താവിനെ സ്നേഹിക്കുന്നതിനകത്ത്? യേശുവിനെ സ്നേഹിക്കുവാൻ ഇറങ്ങിയിട്ട് ഇന്നുവരെ ദോഷം ഒന്നും സംഭവിക്കാത്തവരാ ഇതിനു മുമ്പിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിനെ പിൻപറ്റിയിട്ട് ഞാൻ ലജ്ജിച്ചു പോയി എന്ന് പറയുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിശ്വസ്തനായ ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമ്മെ നോക്കി വാഗ്ദത്തം പറഞ്ഞ ആ കർത്താവ് ഈ രാത്രിയിൽ എത്ര പേര് പറയും, ഞാൻ എൻ്റെ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നു? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഭാരത്തോടെ, വേദനയോടെ, മനം തകർന്ന്, രോഗബന്ധനത്തിലായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ, ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരിക. അവൻ നമ്മെ മാറോട് ചേർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. സന്തോഷമാണോ കർത്താവിനെ ഉയർത്തുമ്പോൾ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ,
ചേർന്നത് പാടാമോ? സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ
സ്നേഹമുണ്ടെങ്കിൽ അവനെ നോക്കി ഒരിക്കൽ കൂടെ ആരാധിക്കും ഞാൻ കരങ്ങളെ ഒന്ന് മാറോടെ ചേർന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് ആദിയനിതാ ദേവാ ആദിയനിതാ ദേവാ ആദിയനിതാ ദേവാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. മുമ്പേ നാം പാടിയത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവവേദനോട് ചോദിച്ചാലും അവർക്ക് ഈ മറുപടിയെ കാണും: എൻ്റെ യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ യേശു കൂടെ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. വേറെ എന്തെനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് തൃപ്തി ഉണ്ടാകുകയില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ നടക്കും, ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ നടക്കും. എൻ്റെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന രോഗത്തിൽ താൻ അടിമപ്പെട്ടു നിൽക്കുമ്പോൾ ചില സഹോദരിമാർ ഒരിക്കൽ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വന്ന് ചില സഹോദരിമാർ വീട്ടിൽ കയറി വന്ന് എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പൂർണ്ണ വിടുതൽ കർത്താവ് നൽകി. ഡോക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാതെ താൻ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താണ് തന്നെ കർത്താവ് വിടുവിക്കുന്നത്. താൻ ആ സ്കൂൾ അധ്യാപകർ ജോലി രാജിവെച്ച് താൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ തുടങ്ങി. താൻ നന്നായി പാട്ട് പാടുന്ന, നന്നായി ഗാനങ്ങൾ എഴുതുന്ന ഒരു അഭിഷക്തനാണ്. എൻ്റെ പിതാവും മാതാവും രണ്ടുപേരും നന്നായിട്ട് പാടും. എൻ്റെ അമ്മ ഗാനഭൂഷണമൊക്കെ പാസ്സായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കലാകാരിയാണ്. അവർ നന്നായി സംഗീത മേഖലയിൽ വളർന്നു വരുന്നൊരു സമയം ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറഞ്ഞു, ഈ ഉയർച്ചയും സ്റ്റേജും പദവികളൊക്കെ വിട്ട് എനിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാമോ എന്ന് ചോദിച്ചു. മടിയൊന്നും കാണിക്കാതെ അവരന്ന് കർത്താവിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സകല ജംഗ്ഷനിലും പോയി ഒരു ഹാർമോണിയവും ഒരു തബലയുമായി എൻ്റെ പിതാവും മാതാവും എൻ്റെ പിതാവിൻ്റെ സഹോദരനും ചേർന്ന് നിന്ന് പാട്ടുകൾ പാടി സുവിശേഷം പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് നേടി. എൻ്റെ ജീവിതത്തിൽ ഞാനും ആദ്യമായി നിന്ന് ഒരു പാട്ട് പാടുന്നത് ഒരു കവലയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി പാടിയ പാട്ട് ഒരു തമിഴ് പാട്ടാണ്. ഞാൻ തമിഴ് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി കർത്താവിന് വേണ്ടി പാടുന്നുണ്ട്. ജീവിതത്തിൽ എൻ്റെ യേശുവിനെ ഉയർത്തുന്നത് പോലെ മറ്റൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കഷ്ടതകളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും തളർന്ന വാടിയ ഒരു മുഖം എൻ്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഞങ്ങൾ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയപ്പോഴും കൈവിടാത്ത ദൈവം ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 2012 കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചില ഗാനങ്ങൾ കൂടെ പാടും. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകാൻ
വാഗ്ദത്തം ചെയ്തൊരു സമയം 2012 ഡിസംബർ മാസം 2-ാം തീയതി എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നു. നവംബർ 9-ന് നവംബർ മാസം ഒരു മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞാൻ മസ്കറ്റിലായിരിക്കുമ്പോൾ അവിടെ നവംബർ 7-ാം തീയതി എൻ്റെ വൈഫിന് ശക്തമായ പനിയും ചുമയൊക്കെ വന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 9-ാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസം ആരാധനയ്ക്ക് കടന്നു പോകുന്ന സമയം ഒരു ഫോൺ വന്നു. ഇങ്ങനെ പറഞ്ഞു, പനി ഭയങ്കര കൂടുതലായി, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് വേഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോയി. ഒരു ചർച്ചിനകത്ത് ഞാൻ യേശുവിനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ എടുക്കാൻ പറ്റിയില്ല. ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ പനി കുഞ്ഞിലേക്കും വ്യാപരിച്ചു. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, അനക്കമൊന്നുമില്ല. ഡോക്ടേഴ്സ് എൻ്റെ വൈഫിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞകത്ത് ജീവനില്ലാതിരിക്കുകയാണ്. അമ്മയുടെ ജീവനെങ്കിലും രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം. ആ വാർത്ത കേട്ട് ഞാൻ ആകെ തകർന്നു പോയി. കാരണം ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. തകർന്നു പോയി. എന്നാൽ ഞാൻ അടുത്ത മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ കർത്താവിൻ്റെ ദാസൻ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ പുൽപ്പെട്ടിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, വേഗം തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് പേര് ദൈവത്തെ ആരാധിക്കാൻ ദൈവജനം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ ആകെ തകർന്നവനായിരുന്നു. എൻ്റെ അകത്ത് പെട്ടെന്ന് പാട്ടൊന്നും വന്നില്ല. ഞാൻ ആ പുൽപ്പെട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയൊരു പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയുണ്ട്. താതൻ്റെ മാർവല്ലേ ചൂടെനിക്ക്, താതൻ്റെ കയ്യല്ലേ തടലെനിക്ക്, കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ഞാൻ ഈ വരികൾ പാടുവാൻ തുടങ്ങി. ഒരു 4-5 പ്രാവശ്യം ആവർത്തിച്ചത് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഭാരത്തിൽ, എൻ്റെ വേദനയിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ആശ്വാസം കണ്ടെത്തിയപ്പോൾ വാഗ്ദത്തം ചെയ്ത കർത്താവ് താൻ എൻ്റെ അരികിൽ ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അകത്തു നിന്ന് ഭാരം മാറി, വേദന മാറി. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ആ സഭ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മണിക്കൂറുകൾ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു അനേകർ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുന്നു, അനേകർ രോഗികൾ സൗഖ്യമാകുന്നു, അനേകർ വിടുതൽ പ്രാപിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ അതിനകത്ത് സംഭവിക്കുമ്പോൾ മണിക്കൂറുകൾ ആരാധിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും എനിക്കൊരു ഫോൺ കോൾ വന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പെൺ പൈതലിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. ഞാൻ മടങ്ങി നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫിനെ ചികിത്സിച്ച ഡോക്ടർ, അവരുടെ പേര് പ്രിയ എന്നാണ്, അവരൊരു ബ്രാഹ്മൺ സ്ത്രീയാണ്. താൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലോഡ്സൺ, നിങ്ങളുടെ കുഞ്ഞൊരു ദൈവക്കുഞ്ഞാണ്. ഹല്ലേലൂയ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഹോസ്പിറ്റലായതുകൊണ്ട് തുള്ളിച്ചാടാനൊന്നും പറ്റിയില്ല. പകരം ഞാൻ അകത്തൊരു 4 ചാട്ടമൊക്കെ ചാടിയിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. കാരണം ആ ഹോസ്പിറ്റൽ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ഡെലിവറി കേസുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ നോക്കി ഒരു ദൈവക്കുഞ്ഞെന്ന് പറയണമെങ്കിൽ അതിനെന്തോ ഒരു പ്രത്യേകതയില്ലേ? ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവർ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിൽ എടുക്കുമ്പോൾ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല. അവരൊരുപാട് പ്രയത്നിച്ചു കുഞ്ഞിനെ ജീവൻ മടക്കി കൊണ്ടുവരുവാൻ. പക്ഷേ അപ്പോഴൊന്നും സംഭവിക്കാതെ അവരുടെ പ്രയത്നങ്ങളെല്ലാം വിഫലമായി നിൽക്കുന്ന സമയം അസാധാരണമായൊരു ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കർത്താവ് ജീവനായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണേ, ഞങ്ങളങ്ങ് മസ്കറ്റിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോഴും മസ്കറ്റിൽ ഒരു ഹാളിനകത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അത് ആ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങാതെ അവിടെ നിന്ന് അത് ചലിച്ച് അത് കൊച്ചിയിലെ ഒരു കൊച്ചു ഹോസ്പിറ്റലിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ അത് ജീവനായി വ്യാപരിച്ചുവെങ്കിൽ ഈ രാത്രി എത്ര പേർ വിശ്വസിക്കും? നാം ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇതിനകത്തിരുന്ന് എൻ്റെ യേശുവിനെ ഉയർത്തുമ്പോൾ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുമെന്നും ഭാരത്തിലും വേദനയിലും ഇരിക്കുന്ന അനേകർക്ക് ഈ രാത്രിയിൽ ഒരു ആശ്വാസം ലഭിക്കുമെന്നും വിശ്വസിക്കുവാൻ കഴിയുന്നവരൊക്കെയും ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്.
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് ചലിക്കുന്നതാണ്. വിശ്വസിക്കുമോ? നമ്മുടെ കരങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു മേഖലകളുണ്ട്. അതിനപ്പുറത്ത് ചലിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. നമ്മുടെ കാലുകൾക്ക് നടന്നു ചെല്ലുവാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അതിനപ്പുറത്തും എൻ്റെ ദൈവ സാന്നിധ്യത്തിന് കടന്നു ചെല്ലുവാൻ കഴിയും. ഈ രാത്രിയിൽ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നവരാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, കർത്താവിനെ കാണുകയാണെങ്കിൽ, ഈ രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, യേശു നിന്റെ ജീവിതത്തെ തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നിന്ന് എൻ്റെ ദൈവത്തെ പാടുമ്പോഴും എൻ്റെ ഹൃദയത്തിലെ സന്തോഷത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. എന്തെന്നാൽ എൻ്റെ അകത്ത് എൻ്റെ മേൽ ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിലും ഈ ഗ്രൗണ്ടിലും വ്യാപരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ. വൈരിയൻ വാതിൽ അടച്ചിടുമേ. വചനം ഇങ്ങനെ പറയുന്നു, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് ചുറ്റി സഞ്ചരിച്ച് നടക്കുമ്പോൾ ഇതിനകത്ത് വിശ്വസിക്കുവാൻ കഴിയുമോ? അവന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന തന്റെ രക്തക്കോട്ടയ്ക്കകത്ത് നമ്മെ മറയ്ക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുന്ന സർവശക്തനായ യേശുവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. സന്തോഷമാണ് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ. ആമേൻ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആർക്കും അടച്ചുകൂടാൻ കഴിയാതെ വണ്ണം അവൻ നമുക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ, ഒരു അഭിവൃദ്ധിയുടെ വാതിൽ ഈ രാത്രി തുറക്കുകയാണ്. നാം ചേർന്ന് പാടാം, ആ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നൽകാം. എഴുന്നേറ്റ് ഒരുമിച്ച്.
അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. കഥകളെ തകർക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, അവന്റെ മുമ്പിൽ വഴിമാറി ഈ രാത്രിയിൽ ഓർത്ത് ആ കർത്താവിനെ സ്തുതിക്കുവാൻ മുൻപിൽ നിൽക്കുന്ന സകല വൈരികളുടെ മേലും അധികാരത്തെ നൽകി അതിനെ തകർക്കുവാൻ ദൈവശക്തി ഈ രാത്രിയിൽ നമ്മുടെ മേൽ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ. അക്കരങ്ങളെ തടി തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ചേർന്ന് പാടാമോ? നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ. വിശ്വാസത്തോടെ പാടുമോ? ഇനിയും കൃപ തോന്നി കരുതിടണേ.
നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. നദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. കരങ്ങളെ തമ്മിൽ ശക്തിയോ വായിലെ തുറന്ന ദൈവത്തെ മഹത്വപ്പെടുന്നു. പരിശുദ്ധനെ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തി, ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തി. സർവശക്തനെ ഈ രാത്രി ദേശത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. ദൈവശക്തി ഈ രാത്രി വിശ്വസിച്ചവന്റെ നാമത്തെ ഉയർത്തുമോ? ഈ രാത്രി വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് നാമിൽ നിന്നും ഒരു അധികാരം ചലിക്കട്ടെ. ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ, പകലില്ല ശോഭിതമായ
വേളകളിലൊക്കെ കർത്താവിനെ ഉയർത്തുമ്പോഴും കർത്താവിന്റെ നാമത്തെ കീർത്തിക്കുമ്പോഴും മുമ്പോട്ട് പോകുന്ന ഓരോ ചുവടുകൾക്കകത്തും ഒരു ദൈവ പൈതലിന്റെ അകത്തൊരു പ്രത്യാശയുണ്ട്. എന്നെ ചേർക്കുവാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. നിത്യമായൊരു വാസം എനിക്ക് വേണ്ടി ഒരുക്കി എന്നെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച്, അങ്ങനെയുള്ളവർ കൊതിയോടെ പാടുന്ന ഒരു 2 വരി കൂടെ പാടിയിട്ട് നമ്മൾ നിർത്തുകയാണ്. സന്തോഷമാണ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ. സുന്ദരരൂപനേ സന്തോഷമുള്ളവർ ചേർന്നാവേ. സുന്ദരരൂപനേ വേഗം കാണാ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശു ഒരിക്കൽ കൂടെ ശബ്ദത്തെ ഒന്ന് ഉയർത്തിയാമേ. യേശു ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ആ കരം പിടിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ്, വിശ്വാസത്തോടെ പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. ഹല്ലേലൂയ. ഈ രാത്രി ആ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. ദൈവ മഹത്വം നമ്മുടെ കൂടെ ഉള്ളതിന് കർത്താവിനെ സ്തുതിക്കാം.